നമ്മളിത് പറഞ്ഞില്ലേ നമ്മുടെ കോളേജിന്റെ ചേട്ടന്റെ കുടുംബമൊക്കെ നിങ്ങളെ കാണാനായിട്ട് വരും, കാണാൻ വരും എന്ന് പറഞ്ഞില്ലേ. അവരെല്ലാവരാണ്. അതില് കുറച്ചുപേരൊക്കെ ജോസേട്ടനും അതുപോലെ പോളിയണ്ണൊക്കെ നമ്മളിന്ന് വിട്ടുപിരിഞ്ഞു പോയി. പിന്നെയുള്ള കാരണവര് പീസേട്ടനാണ്. അപ്പൊ പീസേട്ടനെ വിളിച്ചിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം അല്ലേ. ഒന്ന് കൈയ്യെല്ലാവരും. എല്ലാവരും ഉണ്ട് കേട്ടോ. കുറച്ച് സമയം നിങ്ങളുടെ കൂടെ ഇരുന്ന് കലാപരിപാടി അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയൊക്കെ ചെലവഴിക്കുന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ചൂട് എന്താണെന്ന് അറിയില്ല. ഒരുമിച്ചടക്കാനുള്ള ഒരു സാവകാശം ഉണ്ടായതുകൊണ്ടാണ് ഈ യാത്ര ഇത്രയ്ക്ക് വൈകിയത്. തോമച്ചനുള്ള സമയത്ത് ഞങ്ങൾ പലവട്ടം ഇവിടെ വന്നിരുന്നു. അന്ന് അച്ഛൻ്റെ ജീപ്പില് ആ ഒരു ഓർമ്മയാണ് എനിക്ക്. ജീപ്പില് ഇതിന്റെ ഉള്ളിൽ കൂടെ മുഴുവൻ നടക്കുമ്പോ വണ്ടി ഓടിക്കുമ്പോ ജീപ്പിന്റെ രണ്ട് സൈഡുകളില് മാങ്ങകള് കൊലകള് വന്ന് അടിച്ചിരുന്ന ഒരു മനോഹരമായ ഒരു മാന്തോട്ടം, റബ്ബർ തോട്ടം, നമ്മുടെ ടൈൽ ഫാക്ടറി, അങ്ങനെയുള്ളൊരു പശ്ചാത്തലമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. കുടുംബങ്ങളെല്ലാവരും ഉണ്ട്, മക്കളുണ്ട്, മരുമക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, കുടുംബമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പൊ പ്രത്യേകം പ്രാർത്ഥിക്കുക. அவங்க சைன் லாங்குவேஜ்ல உங்களுக்கு தேங்க்ஸ் சொல்றாங்க சார்.